Hi everyone, welcome to my English World. For an online class, we will see busy class. So now move on to our topic and in the vocabulary session, one important session is mania or maniac. Dipsomania. A person who is completely addicted to alcohol or alcoholic drinks. Such persons are called dipsomaniac. Normally, he's a drunkard. As a drunkard. Drunkard is a normal word. But one word substitution exactly what should we call such a person in the Shodiki dipsomaniac in the maniac is a person who is having such characteristics. അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗാവസ്ഥയോ കാണിക്കുന്ന ആളുകളെ മാനിയാക്ക് എന്നാണ് പറയുന്നത്. മാനിയ എന്ന് പറയുന്നത് ഡിസീസാണ്, മെന്റൽ ഡിസീസാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് മാനിയ അല്ലെങ്കിൽ മാനിയാക്കുകളാണ്. സ്ട്രേറ്റ് വിത്ത് ക്ലാസ്സിലേക്ക് പോകാൻ അറിയാം. ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല. യു നോ മി വെൽ. അപ്പം മൈ ഇംഗ്ലീഷ് വേൾഡിന്റെ സെക്കൻഡ് സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കുറച്ച് സമയങ്ങൾ അല്ലെങ്കിൽ ഒരു 1 year നിയർലി ഒരു 1 year ഞാൻ ക്ലാസ് ഒന്നും ചെയ്തില്ല. കാരണം ഒരുപാട് ക്ലാസ്സിൽ പുറമേക്ക് ഉള്ളതുകൊണ്ട് ബിസിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു മൈ ഇംഗ്ലീഷ് വേൾഡ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ ഇവിടെ ഈ ബോർഡിൽ കുറെ കാര്യങ്ങളുണ്ട് എഴുതുന്നത്. ഈ ബോർഡിൽ എഴുതുന്നത് മാനിയ ഓർ മാനിയാക്ക്. പേഴ്സൺസിനെയാണ് നമ്മൾ മാനിയാക്ക് എന്ന് വിളിക്കുന്നത്. മാനിയ എന്ന് പറയുന്നത് സെർട്ടൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലത്തിനെയാണ് ഇറ്റ്സ് മാനിയ, ഡിപ്സോമാനിയ എന്ന് പറയും. അപ്പൊ ഡിപ്സോമാനിയ എന്ന് പറഞ്ഞാൽ ആരാണ്? A person who is completely addicted to alcoholic drinks. Such persons are called dipsomaniac എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിപ്സോമാനിയക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കംപ്ലീറ്റ് മദ്യപാനിയായിട്ടുള്ള ആളെ നമ്മൾ ഡിപ്സോമാനിയ എന്ന് വിളിക്കും. അപ്പം മദ്യത്തിൽ നിന്ന് മുക്തി നേടിയ ആളുകളെ നമ്മൾ വിളിക്കും ടീ ടോട്ടലർ എന്ന് വിളിക്കും. ടീ ടോട്ടലർ എന്ന് വിളിക്കും. TEA അല്ല, TTEE ആണ്. Teetotaler എന്നാണ് വിളിക്കുന്നത്. That means a person who is abstained from alcoholic drinks. Alcohol content-ൽ നിന്നോ alcoholic drinks-ൽ നിന്നോ completely abstain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടിയ റിക്കവേർഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് വിളിക്കാം teetotaler എന്ന് വിളിക്കാം. teetotaler രണ്ടും ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്നാൽ വളരെയധികം കണ്ടംപററി റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. വൊക്കാബുലറി സെഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ 20 മാർക്സ് ഉള്ള ഗ്രാമപാഠിൽ 5 മാർക്സോളം ഈ ഒരു ഭാഗം അത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് റാങ്ക് മേക്കിംഗ് സെഷൻ ആയിട്ട് നമുക്കത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. കാരണം ഒരു 15 മാർക്ക് വരെ നമുക്ക് നോർമൽ ഗ്രാമപാഠികളായിരിക്കും. അത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണെങ്കിലും റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിലും പ്രൊപ്പോസിഷൻസ് ആണെങ്കിലും ആർട്ടിക്കിൾസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോർമലി നമുക്ക് കിട്ടും. ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാവാൻ പറ്റാത്ത ഒരു സെഷനാണ് എന്ത് വൊക്കാബുലറി സെഷൻ എന്ന് പറയുന്നത്. സോ ഇത് വൊക്കാബുലറി സെഷനിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാനിയാക്ക് എന്ന് പറയുന്നത്. ഇനി അതിൽ ഫോംബിയ വരും, അതോടെ മസ്കുലൈൻ ഫെമിനൈൻ ജെൻഡേഴ്സ് വരും, സൗണ്ട്സ് ആൻഡ് ആനിമൽസ് വരും, വേർഡ്സ് ഫോർ പ്രൊപ്പോർഷൻ, ഫ്രേസൽ വെർബ്സ് വരും. അങ്ങനെ ഒരുപാട് സെഷൻ, വൈഡർ ആയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള സെഷനാണ്. അതിൽ ഫസ്റ്റ് സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് ഇൻട്രോ ഇല്ല. ലെറ്റ്സ് മൂവ് ഓൺ. മാനിയ ഓർ മാനിയാക്ക്. ഫസ്റ്റ് എടുക്കുന്ന വേർഡ് യു മൈറ്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ. തിയോ എന്ന് പറയുന്ന വേർഡ്, ഈ ഒരു ഫസ്റ്റ് പീസ് വേർഡ് തന്നെ നിങ്ങൾ കണ്ടോ? തിയോ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ഫസ്റ്റ് പീസ് വേർഡ് കാണുമ്പോൾ തന്നെ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐ ഹോപ്പ് സോ യു കൻ അണ്ടർസ്റ്റാൻഡ്. തിയോ എന്ന് പറയുന്ന തിയോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു ഗോഡ്, സ്റ്റഡി ഓഫ് ഗോഡ്, സ്റ്റഡി ഓഫ് റിലീജിയൻ. അതിനെയാണ് തിയോളജി എന്ന് പറയുന്നത്. അപ്പൊ തിയോ മാനിയാക്കാണ്. അപ്പൊ തിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഗോഡ്, സ്റ്റഡി ഓഫ് റിലീജിയൻ, മതത്തെ കുറിച്ചുള്ള പഠനം, ദൈവത്തെ കുറിച്ചുള്ള പഠനം. ഇതിനെയൊക്കെയാണ് തിയോളജി എന്ന് പറയുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നതാണ് തിയോളജി എന്ന് പറയുന്നത്. അപ്പം തെയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്നാണ്. മോണോതെയിസം ഏകദൈവ വിശ്വാസം. പാൻതെയിസം അവസ്ഥ. അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകളെയാണ് അഗ്നോസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറയും തിയോമാനിയാക്ക് എന്ന് പറയും. തിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഗോഡ്. തിയോമാനിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ബിലീവ്സ് ഹിംസെൽഫ് ആസ് ഗോഡ്. ഞാൻ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് തിയോമാനിയാക്കൾ എന്ന് പറയുന്നത്. തിയോമാനിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ ദൈവമാണ്, ഞാൻ മാൻ ഗോഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് നമ്മൾ പറയുന്നത്
തിയോമാനിയാക്കുകൾ എന്ന് പറയുന്നത്. അത് മാനിയാണ്, ഒരു തരം ഭ്രാന്താണ്. അപ്പൊ ഞാൻ ദൈവമാണ് എന്നോട് ചോദിച്ചോളൂ. ഇപ്പൊ ഞാൻ കടലുള്ള സിനിമയിൽ നമ്മൾ ആര്യക അവര് കണ്ടു, അപ്പൊ അത് അഹൂരിയുടെ ഒരു വേർഷനാണ്, അതൊന്നും നമ്മൾ അതിനെ കണക്കിലെടുക്കുന്നില്ല. എങ്കിലും അതേപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ തിയോമാനിയാക് എന്ന് പറയുന്നത് വൺ ഹു ബിലീവ്സ് ഹിംസെൽഫ് ആസ് ഗോഡ്. അപ്പൊ തിയോ എന്നുള്ള വേർഡാണ് നിങ്ങളുടെ കീ വേർഡ്. അതിൽ നിന്ന് നിങ്ങൾ പൊക്കിക്കോണം എന്താ സാധനം. മാനിയാക്ക് അറിയാലോ. രണ്ടാമത്തെ വേർഡ് ഞാൻ കണ്ടത്, നമ്മുടെ ശബരിമല വിഷയമൊക്കെ വരുന്ന സമയത്ത് ഈ നമ്മുടെ അന്നാം ഗോസ്വാമി എന്ന് പറയുന്ന അയാള് നമ്മുടെ രാഹുൽ ഈശ്വറുമായിട്ട് നമ്മൾ ഭയങ്കര അവർ തമ്മിലൊരു റൈവൽ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു റെബലിയസ് ആയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഡിബേറ്റ് ഉണ്ടായി. ആ സമയത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞ വേർഡാണ് പാരനോയിയ എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വറാണ് ഇത് കോയിൻ ചെയ്തതെന്നല്ല, ഞാൻ അപ്പോഴാണ് ഈ വേർഡിനെ ക്യാപ്ചർ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞതേ. പാരനോയിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ദിസ് ഇസ് പാരനോയിയ, ദിസ് ഇസ് പാരനോയിയ എന്ന് അവൻ വിളിച്ചു പോകുന്നുണ്ട്, എന്ന് അയാൾ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോ എന്താണ് വേർഡ്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ടെൻഡൻസി ടു സസ്പെക്ട് ഓർ ടു തരത്തിൽ നമ്മൾ ആരെങ്കിലും സസ്പെക്ട് ചെയ്യുക, അവിശ്വസിക്കുക, എപ്പോഴും സംശയത്തോടു കൂടി മാത്രം ദൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് പാരനോയിയ എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല, എല്ലാത്തിനും അതിനകത്ത് സംശയ ദൃഷ്ടിയുടെ ആകദൃഷ്ടിയോട് കൂടി ഇങ്ങനെ നോക്കിയിരിക്കും. അതിനകത്ത് എന്തോ ഒരു ഗ്രൂപ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിന്റെ പിന്നിൽ എന്താണ്, അതിന്റെ പിന്നിൽ യഥാർത്ഥ അവസ്ഥ എന്താണ്, സത്യമായിരിക്കും ഡിസ്ക്ലോസ് ചെയ്യുന്ന. എന്നിരുന്നാലും അതിനെ എപ്പോഴും സംശയത്തോടു കൂടി മാത്രം വീക്ഷിക്കുന്ന അവസ്ഥയാണ് പാരനോയിയ. സംശയത്തോടു കൂടി അബ്നോർമൽ ആണ്, അത് നോർമൽ അല്ല, അബ്നോർമൽ ടെൻഡൻസി, ഇറ്റ്സ് ആൻ അബ്നോർമാലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം രോഗാവസ്ഥയാണ് ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ. സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് മാനിയൊക്കെ പറയാം. അപ്പൊ പാരനോയിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ടെൻഡൻസി ടു സസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കുക. സസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സംശയിക്കപ്പെടുന്ന ആള്, കുറ്റം ചെയ്ത ആള് എന്ന രീതിയിലും അർത്ഥമുണ്ട്. സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം തോന്നുന്ന കാര്യങ്ങളാണ് സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് തിയോമാനിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് തിയോമാനിയാക്. രണ്ടാമത്തത് പാരനോയിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ടെൻഡൻസി ടു സസ്പെക്ട് ആണ്, സംശയത്തോടു കൂടി മാത്രം കാണുക, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. മൂന്നാമത്തെ വേർഡാണ് എനിക്ക് പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒറ്റപ്പെട്ട് ഇരിക്കാനുള്ള, അതായത് ഒറ്റയ്ക്ക് ഇരിക്കുക. ചിലർ നമ്മൾ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ഞാൻ ഇന്റലക്ച്വൽ എന്ന് പറയുന്നില്ല, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളൊക്കെ സോളിറ്ററി ആയിട്ട് ഇരിക്കാറുണ്ട്, സോളിറ്റ്യൂഡാണ്. അപ്പൊ അഗ്രോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറീസണബിൾ ആണ്. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല റീസൺ ഉണ്ടാവും, ഒന്നിലായാലും വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ ലീവ് മീ അലോൺ പ്ലീസ് മാം, ഐ നീഡ് എ ബ്രേക്ക് ഫ്രം എവരിതിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ശരി, അയാൾ ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ അയാളൊന്ന് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം വേണം. ഇത് റീസണബിൾ അല്ല, അതാണ് ഞാൻ പറഞ്ഞ സൈക്കിക് പ്രോബ്ലം ആണ്. അഗ്രോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറീസണബിൾ ഡിസയർ ഫോർ സോളിറ്റ്യൂഡ് ആണ്. സോളിറ്ററി ആയിട്ട്, ഐസൊലേറ്റഡ് ആയിട്ട്. ഇപ്പൊ ഐസൊലേഷൻ ഒക്കെ അറിയാം, നമുക്ക് ആ വേർഡുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയി. പണ്ട് നമ്മൾ ഐസൊലേറ്റഡ് പറയുമ്പോൾ നമുക്ക് അതിനോട് കണക്ഷൻ ഇല്ല, പക്ഷെ ഇപ്പൊ നമുക്ക് ഐസൊലേഷൻ വാർഡിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന അവസ്ഥയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അൺറീസണബിൾ ഡിസയർ ആണ്, ആഗ്രഹമാണ്, ഇതിന് ഒറ്റപ്പെടാനുള്ള ആ അകാരണമായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിന്. അതായത് നമ്മൾ ഇനി എത്രത്തോളം ഫെസ്റ്റിവൽ മൂഡാണ്, വീട്ടില് എല്ലാവരും ഉണ്ട്, എൻജോയ് ചെയ്യാണ്. അപ്പൊ ആ ഒരു സർക്കംസ്റ്റാൻസിൽ പോലും ഒറ്റയ്ക്കിരിക്കാനുള്ള ടെൻഡൻസി കാണിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് അബ്നോർമൽ, ഇറ്റ്സ് സംതിങ് നോട്ട് നോർമൽ എന്ന് പറയുന്ന അവസ്ഥയാണ് അഗ്രോമാനിയ. അഗ്രേറിയൻ എന്ന് പറഞ്ഞ റിലേറ്റഡ് ടു കൾട്ടിവേഷൻ ആണ്, പക്ഷെ ആ വേർഡ് അവിടെ മീൻ ചെയ്യരുത്. അഗ്രോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറീസണബിൾ ഡിസയർ ഫോർ സോളിറ്റ്യൂഡ് ആണ്. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കാനുള്ള ആഗ്രഹമാണ് അഗ്രോമാനിയ എന്ന് പറയുന്നത്. പാരനോയിയ എന്താണ്? അത് അൺറീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ടെൻഡൻസി ടു സസ്പെക്ട്, ആരെങ്കിലും നമ്മൾ വിശ്വസിക്കാതെ അല്ലെങ്കിൽ അയാളെ സംശയത്തോടു കൂടി മാത്രം ദൃശ്യ പാരനോയിയ. ഇനി അടുത്ത നാലാമത്തെ വാക്ക് എന്ന് പറയുന്നത് ബിബ്ലിയോമാനിയ. ഈ ബിബ്ലിയോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ബിബ്ലിയോഫൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? വൺ ഹു ലവ്സ് ബുക്സ്, വൺ ഹു ലവ്സ് ടു റീഡ് ബുക്സ് ആണ് ബിബ്ലിയോഫൈലി എന്ന് പറയുന്നത്. അപ്പൊ ബിബ്ലിയോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. എക്സസ് എമൗണ്ടില്
പുസ്തകങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, കളക്ട് ചെയ്ത് ബുക്ക്, റൂം നിറയെ ബുക്ക്, അല്ലെങ്കിൽ ഡൈനിങ് ഹോൾ നിറയെ ബുക്ക്, ബാത്റൂം നിറയെ ബുക്ക്, അങ്ങനെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് നോർമൽ, ഇറ്റ്സ് സംതിങ് അബ്നോർമൽ. സച്ച് കണ്ടീഷൻസ്, സച്ച് പേഴ്സൺസിനെ മാനിയാക്ക് എന്നും ആ കണ്ടീഷൻ നമ്മൾ പറയുന്നത് ബിബ്ലിയോമാനിയ എന്നാണ്. അപ്പൊ ബിബ്ലിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ബൈബിൾ അല്ലെങ്കിൽ ബിബ്ലിക്കൽ സ്റ്റോറീസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിലേറ്റഡ് ടു ബുക്സ് എന്ന അർത്ഥത്തിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഏറ്റവും സൂപ്പർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡാണ് ഇൻസോംനിയ. ഇൻസോംനിയ എന്നാണ് അടുത്ത വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസോംനിയ എന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഈ സോംനിയ നിങ്ങൾക്കറിയാം. സോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോംനാംബുലിസം, അതെന്താ സ്ലീപ്പ് വാക്കാണ്. സോംനിലോക്വന്റ്, ഈ രണ്ട് മാസ്റ്റർ ക്വസ്റ്റൻ ആണ്. സോംനാംബുലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് വാക്ക് ആണ്, ഉറക്കത്തിൽ എഴുന്നിട്ട് നടക്കുന്നതിനാണ് സോംനാംബുലിസം. സോംനാംബുലിസ്റ്റ് എന്ന് പറയുമ്പോൾ a person who walks while sleep, while sleeping. അപ്പൊ ആ സച്ച് കണ്ടീഷൻസിനെയാണ് നമ്മൾ സോംനാംബുലിസം, സോംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സോംനി എന്ന വേർഡ് റിലേറ്റഡ് ടു സ്ലീപ്പ് ആണ് നമുക്ക് മനസ്സിലായി. ഇവിടെ എന്താണ് അപ്പൊ സോംനിലോക്വന്റ് എന്നുള്ള വേർഡ് എന്താ? ലോക്വന്റ് എന്ന് പറഞ്ഞാൽ എലക്വന്റ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് പിച്ചിയെടുത്ത വാക്കാണ് ലോക്വന്റ്. അത് ഈ സോംനിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സോംനിലോക്വന്റ് ഒരു കോമ്പൗണ്ട് നൗൺ ആയി മാറും. അപ്പൊ ആ സോംനിലോക്വന്റ് എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്ന ഉറക്കത്തെ നമ്മളിങ്ങനെ സംസാരിക്കത്തില്ല, ചില കണ്ണടച്ചിട്ട് പോടാ നീ പോടാ എന്ന് കുറെ സംസാരിക്കത്തില്ല, അതിനാണ് സോംനിലോക്വന്റ് എന്ന് പറയുന്നത്. സോംനാംബുലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നടക്കുക, സോംനിലോക്വന്റ് ഉറക്കത്തിൽ സംസാരിക്കുക. ഇനി അടുത്തത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇൻസോംനിയ എന്ന വേർഡാണ്. ഇൻസോംനിയ എന്ന വേർഡിന്റെ അർത്ഥം മോർബിഡ് ആയിട്ടുള്ള സ്ലീപ്ലെസ്നെസ് ആണ്. സ്ലീപ്ലെസ് അല്ല, സ്ലീപ്ലെസ് കണ്ടീഷൻ ആണ്. സ്ലീപ്ലെസ്നെസ് ആണ് കേട്ടോ. സ്ലീപ്ലെസ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോർബിഡ് ആയിട്ടുള്ള തീവ്രമായ ഉറക്കമില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസോംനിയ എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ വേർഡ്സുകൾ ഒന്നുകൂടെ ഞാൻ പറയാം, തീർന്നിട്ടില്ല, മാനിയ ഒരുപാടുണ്ട്. അപ്പൊ എനിക്ക് ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ തരാം, നോക്കിക്കോളൂ. തിയോമാനിയ, തിയോ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എന്താണ്? റിലീജിയൻ. അപ്പൊ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. തിയോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ബിലീവ്സ് ഹിംസെൽഫ് ആസ് ഗോഡ്, ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവൻ തിയോമാനിയാക്ക്. രണ്ടാമത്തത് പാരനോയിയ, ഒന്നുകൂടി പറയുകയാണ്, അബ്നോർമൽ ടെൻഡൻസി ടു സസ്പെക്ട്, മറ്റുള്ളവരെ സംശയിക്കാൻ, എന്തു പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, അങ്ങനെയുള്ള രോഗാവസ്ഥ അല്ലെങ്കിൽ ആ സൈക്കോളജിക്കൽ പ്രോബ്ലത്തിന് നമുക്ക് പറയാം പാരനോയിയ എന്ന് പറയാം. മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് അഗ്രോമാനിയ ആണ്. അഗ്രോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറയാം? അഗ്രോമാനിയ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ആണ്. അഗ്രോമാനിയാക്ക് എന്ന് പറയുന്നത് സച്ച് പേഴ്സൺസ് ആർ കോൾഡ് അഗ്രോമാനിയാക്ക്. ഇനി അടുത്തത് ബിബ്ലിയോമാനിയ അറിയാം, ക്രേസ് ആണ്. പുസ്തകങ്ങൾ കളക്ട് ചെയ്യാനുള്ള ക്രേസ് ഫോർ കളക്ടിങ് ബുക്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിബ്ലിയോമാനിയ എന്ന് പറയുന്നത്. ഇൻസോംനിയ എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുമ്പോൾ മോർബിഡ്, തീവ്രമായ ഉറക്കമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസോംനിയ എന്ന് പറയുന്ന വേർഡ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത നമുക്ക് കുറച്ചുകൂടി നമുക്ക് മാനിയൊക്കെ പരിചയപ്പെടാം. ഓക്കെ, നെക്സ്റ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത നമ്മുടെ സെഷനിൽ മാനിയക്കിന്റെ അടുത്ത സെഷൻ, അടുത്ത കുറച്ച് വേർഡ്സ് നമ്മൾ തന്നിരിക്കുന്നത്, നമുക്ക് അതിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ, എക്സ്ട്രാ ക്ലാസ്സുകളോ ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ എടുക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അത് ലൈവായിട്ട് ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സജ്ജീകരണം നമ്മൾ ഒരുക്കുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കുട്ടികൾ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ, ഒരു മിനിമം 10 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ സജ്ജീകരിക്കാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിൽ മൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത ഡാക്നോമാനിയ എന്നാണ്. ഡാക്നോമാനിയ എന്ന് പറയുന്ന വേർഡ് നമ്മൾക്ക് ഇതുമായിട്ട് വലിയ പരിചയം, കാരണം യൂസ്ഡ് അല്ല. കാരണം ഇങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ പരിചയപ്പെടണം, കാരണം ഇതാണ് PSC ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ലൊക്കേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേർഡ് പീസുകളായിരിക്കും. കാരണം അതുകൊണ്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. കാരണം അറിയാലോ കോമ്പറ്റീഷൻ വളരെ ടഫായിട്ട് വളരെ ഹയർ ആയിട്ട് കോമ്പറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും ജോലി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കോമ്പീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസിയോട് കൂടി കോമ്പറ്റീഷനോട് കൂടി കോമ്പറ്റീറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ പഠിക്കുക. അപ്പൊ തരുന്ന കാര്യങ്ങളെല്ലാം വളരെ എവിഡന്റ് ആയിട്ട് റെലവന്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക. ഒരു രീതിയിൽ നമ്മൾ ഒരു ഉളപ്പ് നിങ്ങൾ കാണിക്കരുത്. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. ഡാക്നോമാനിയ എന്ന് പറയുന്നത് an irrational impulse to kill ആണ്. ഇറാഷണൽ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ ഒരാളെ കൊല ചെയ്യാം. ഒരാളെ കൊല ചെയ്യണമെങ്കിൽ നമുക്ക് കൊല ചെയ്യുന്ന ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, എങ്കിലും ഒരു റീസൺ ഉണ്ടാവണമല്ലോ. എങ്കിലും നമ്മളൊരു നോർമലി ഒരു റീസൺ ഉണ്ടാവണം. അവനെ എനിക്ക് കൊല്ലണം, അവനെ എനിക്ക് കൊല്ലണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുന്നത്. ഇത് അൺറീസണബിൾ ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള യുക്തിപരമല്ലാത്ത യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ അവനൊരു ഇമ്പൾസ് തോന്നുകയാണ്. ഉള്ളിൽ നിന്നൊരു ഇമ്പൾസ് തോന്നുന്നു, എനിക്ക് കൊല്ലണം 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 അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആളുകൾ നമുക്ക് എന്താ പറയാം, ഡാക്നോമാനിയ. അപ്പൊ ഈ ഡാക്നോ എന്ന് പറയുമ്പോൾ ഡ്രാക്കുളയായിട്ടാണ് ചിന്തിച്ചാൽ മതി. കാരണം ഡ്രാക്കുള എല്ലാം ബ്ലഡ് സക്കിംഗ് വാമ്പയർ ആണ്. അപ്പൊ എല്ലാവരും കൊല്ലുക. അപ്പൊ ഡാക്നോമാനിയ ഡ്രാക്കുള എന്ന രീതിയിൽ ഡ്രാക്കുളയുടെ അട്രാക്ട് ഡാക് രീതിയിൽ അതിനകത്ത് ആറില്ല എങ്കിലും ഡാക് ആ ഒരു സെൻസിൽ തന്നെ എടുത്താൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും മൈൻഡ് കൊണ്ട്. ഡാക്നോമാനിയ എന്ന് പറയുന്ന വേർഡ് an irrational impulse to kill somebody അല്ലെങ്കിൽ someone, അതിനെയാണ് നമ്മൾ ഡാക്നോമാനിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഡ്രോമോമാനിയ. ഡ്രോമോമാനിയ എന്നുള്ള വേർഡ് എന്ന് പറയുന്നത് ഇൻസാനിറ്റി ആണ്. ഇൻസൈൻ ഇമ്പൾസ് ടു വാണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, അല്ലെങ്കിൽ തീർന്നിങ്ങനെ നടക്കണം. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യാണ്, ടെക്കി ഫുഡി എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലല്ല ഇവിടെ സെൻസ് ചെയ്യുന്നത്. ഇതൊരു ഇൻസാനിറ്റിയാണ്. ഇൻസൈൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സംതിങ് സൈക്കിക് പ്രോബ്ലം എന്നാണ്, അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്. ഇവിടെ ഇൻസാനിറ്റി എന്താണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള ഭ്രാന്ത് അല്ലെങ്കിൽ ഭ്രാന്ത് കാണിക്കുന്ന ആളുകൾ. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവരെന്നി എത്ര പിടിച്ചിട്ട് അവർക്ക് എത്ര ഫെസിലിറ്റീസ് കൊടുത്താലും എത്ര സന്തോഷങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചാലും അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞേ നടക്കും. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ടെൻഡൻസി കാണിക്കുന്ന സൈക്കിക് പ്രോബ്ലംസ് കാണിക്കുന്ന ആൾക്കാരാണ് ഡ്രോമോമാനിയാക് എന്ന് പറയുന്നത്. പറയുന്നത് ഡ്രോമോമാനിയ എന്നാണ് പറയുന്നത്. ഡ്രോമോമാനിയ എന്താണ്, ഇൻസൈൻ ഇമ്പൾസ് ടു കിൽ. ഡാക്നോമാനിയ എന്താണ്, ഡ്രാക്കുള എന്ന് പറയുന്നത് കൊല്ലുക, മറ്റുള്ളവരെ വെറുതെ ഇങ്ങനെ കൊന്നു തീർക്കുക. അതാണ് ഡ്രോമോ എന്ന് പറയുന്നത് അലഞ്ഞിരിഞ്ഞ് കിടക്കുക. മൂന്നാമത്തത് ഒറക്സിമാനിയ. ചിലർക്ക് അവരുടെ മനസ്സിലുള്ള ഒരു കോംപ്ലക്സ് മൈൻഡ് ആയിരിക്കും. കാരണം യഥാർത്ഥത്തിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി പ്രൊപ്പോർഷൻ ഉണ്ട്, എന്നിരുന്നാലും അയ്യോ ഞാൻ മെലിയുന്നു, ഇപ്പൊ ഞാൻ ഒരുപാട് ക്ഷീണിച്ചു എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ചിലവർ ഇങ്ങനെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ്, അബ്നോർമൽ ഡിസയർ ഫോർ ഫുഡ് ആൻഡ് ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് ബിക്കമിങ് തിൻ, മെലിയുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. അപ്പൊ അതൊരു അബ്നോർമൽ കണ്ടീഷൻ ആണ്. അവർക്ക് യഥാർത്ഥത്തിൽ നോർമലി ഒരു ബോഡി പ്രൊപ്പോർഷൻ കാണും. പക്ഷെ അവരെന്താ ചിന്തിക്കുന്നത്, അവരെന്തോ എനിക്ക് എന്റെ ശരീരം മെലിയുന്നു, ഞാനൊന്ന് തളർന്നുപോയി എന്ന് പറയുന്ന അത് ചിന്തയും എന്ത് തന്നെയാണ്, ഒരു തരത്തിലുള്ള സൈക്കിക് പ്രോബ്ലമാണ്. അതിനാണ് ഒറക്സിമാനിയ എന്ന് പറയുന്നത്. അത് നമ്മളെന്താ പറയുന്നത്, ഒറക്സിമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ആഹാരത്തിനോടുള്ള അത്യാർത്തിയാണ്. ഞാൻ മെലിയുന്നത് കാരണം കൊണ്ട് നമുക്ക് ആഹാരത്തിനുള്ള അമിതമായ ആർത്തിയെ നമ്മൾ സൂചിപ്പിക്കുന്നതിനെയാണ്, അത്തരത്തിലുള്ള അസുഖത്തിനെയാണ് ഒറക്സിമാനിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പ്ലൂട്ടോമാനിയ. പ്ലൂട്ടോ എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂട്ടോക്രസി നിങ്ങൾക്കറിയാം, ഒലിഗാർക്കി നിങ്ങൾക്കറിയാം, ഓട്ടോക്രസി നിങ്ങൾക്കറിയാം, മൊണാർക്കി നിങ്ങൾക്കറിയാം. അപ്പൊ പ്ലൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണ്. പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബൈ ദ റിച്ച് ആണ്, ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബൈ ദ ഫ്യൂ, അതാണ്. അപ്പം പ്ലൂട്ടോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെല്യൂഷൻ, ദാറ്റ് വൺ ഈസ് റൈറ്റ്. ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് റിയൽ, അവന്റെ തോന്നലാണ് ഞാൻ ഭയങ്കര പണക്കാരനാണ് എന്ന ആ ഒരു മതിഭ്രമത്തിനെയാണ്. യഥാർത്ഥത്തിൽ അവൻ പണം ഉണ്ടാവണമെന്നില്ലെങ്കിലും അവൻ സ്വയം കരുതുന്ന എന്താണ്, ഞാൻ ഭയങ്കര പണക്കാരനാണ് എന്ന് കരുതുന്ന. ഇപ്പൊ നമ്മൾ സത്യം ശിവസുന്ദരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ കുഞ്ചാക്കോന്റെ അച്ഛൻ സൈക്കിക് പ്രോബ്ലം ആണെങ്കിലും പുള്ളി പൊട്ടി പാളിസാതിന് ശേഷം പുള്ളിയുടെ മനസ്സിൽ എന്താണ്, പുള്ളി മുതലാളിയാണ് എന്നൊരു തോന്നലില്. അപ്പൊ അതുകൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വേർഡ് നമുക്ക് കിട്ടും. പിന്നെ പ്ലൂട്ടോമാനിയ, പ്ലൂട്ടോ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് പ്ലൂട്ടോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ബൈ ദ റിച്ച് എന്നാണ്. അത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റൻ ആണ്. പ്ലൂട്ടോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെല്യൂഷൻ ദാറ്റ് വൺ ഈസ് റിച്ച്, അതിനെയാണ് പറയുന്നത് പ്ലൂട്ടോമാനിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത വേർഡ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മറ്റേ എന്തോ നമ്മുടെ ദുൽഖർ സൽമാന്റെയും ഉണ്ണി ഒരു സിനിമയുണ്ടല്ലോ, വിക്രമാദിത്യൻ സിനിമയ്ക്കകത്ത്. അതിനകത്ത് ഇങ്ങനെ മോഷ്ടിക്കാനുള്ള അപ്പൊ ഒരു മരുന്ന് നമ്മൾ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്, അതിനെ കുറയ്ക്കാൻ പറ്റുന്ന ഹോമിയോയിൽ ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് ഇറസിസ്റ്റബിൾ ഡിസൈർ ടു സ്റ്റീൽ ആണ്. ചെറുക്കാൻ പറ്റില്ല, അവർ എപ്പോഴും അങ്ങനെ ഡിസയർ ആണ്. അതിന് അവൻ നമുക്ക് തടസ്സപ്പെടുത്താൻ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല. ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഡിസയർ ടു സ്റ്റീൽ സംതിങ് ആണ് എന്ത് പറയുന്നത്,
ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാനിയാക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തിട്ട് അല്ലെങ്കിൽ വൊക്കാബുലറി സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ ഇതിനുമുണ്ട്. അതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്. അതെല്ലാം തുടർ ക്ലാസ്സുകളിൽ ഇനി എന്റെ ചാനലുകൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോപ്പിക് വൈസ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് എന്റെ കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്റെ കോൺടാക്ട് നമ്പറും വാട്സ്ആപ്പ് നമ്പറും ഒക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ടോപ്പിക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് ഞാൻ എടുത്തു കൊടുക്കണമെങ്കിൽ താല്പര്യമുള്ള കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് മാനിയ അല്ലെങ്കിൽ മാനിയക്കായിരുന്നു. വളരെ വാല്യുബിൾ ആയിട്ട് എവിഡന്റ് ആയിട്ട് ഞാൻ കളക്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഒരു ജോലി എന്ന് പറയുന്ന അവസ്ഥ നമുക്കറിയാം. ഗവൺമെന്റ് ജോബിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ കാലഘട്ടത്തിലെന്ന് അത് വളരെ റെലവെന്റ് ആയിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ. കാരണം കൊറോണ സമയത്തൊക്കെ വന്ന കോവിഡ് സമയത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഫിക്സഡ് ഇൻകം ഉള്ള ആളുകളുടെ വീട്ടിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അടുപ്പ് പോയുന്നുള്ളൂ. ബാക്കിയുള്ള അവസ്ഥയിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബിസിനസ്സുകാരാണെങ്കിലും ഏത് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഫിക്സഡ് സാലറി എപ്പോഴും സാലറി ചലഞ്ചൊക്കെ ഉണ്ടെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം റെലവെന്റ് ആയിട്ടുള്ള ജോബ് ആയതുകൊണ്ട് ഈ സമയമായതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര അവയർനെസ് ആയി. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് ഈ ജോലിക്ക് വേണ്ടിയിട്ട്, ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക്. സോ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്ത മെയിൻ എക്സാമിന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 20 മാർക്സിൽ ഒരു 18 to 19 ഞാൻ അത്രയും പറയത്തുള്ളൂ. 20 ഞാൻ ഒരിക്കലും പറയത്തില്ല, അത്രയും തള്ളൊന്നും ഞാൻ തള്ളാറില്ല. അപ്പൊ ഒരു 19 വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രമേ ലിസ്റ്റിൽ ടോപ്പ് റാങ്കിങ്ങിൽ നിങ്ങൾ എത്തും. GK എന്ന് പറയുമ്പോൾ 50% അല്ലെങ്കിൽ GK എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന 3 കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. അതിൽ ഇംഗ്ലീഷ്, മാത്സ് ഇത് രണ്ടും ഈക്വൽ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ കയറി നിന്നാൽ മാത്രമേ നമുക്ക് ലിസ്റ്റിൽ പ്രയോജനമുള്ളതെന്ന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത സെഷൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എന്റെ ക്ലാസ് ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, കീപ് സപ്പോർട്ടിങ്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് ഡ്രോപ്പ് ബോക്സിൽ ഇടുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ബൈ.